ഉദ്ഘാടനങ്ങൾ ഉമ്മ ചെയ്യുന്നതിനെക്കുറിച്ച്, ഉമ്മയല്ലാത്തവർ ചെയ്യുന്നതിനെക്കുറിച്ച്, രാഷ്ട്രീയക്കാർ ചെയ്യുന്നതിനെക്കുറിച്ച്, ഉസ്താദുമാർ ചെയ്യുന്നതിനെക്കുറിച്ച് ഒക്കെ വളരെ പ്രസക്തമായ ഒരു ചർച്ച ഉണ്ടാക്കുന്ന സംഗതിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ടവരിൽ ബഹുമാനപ്പെട്ടവരായ, ആരാന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹം എന്തായാലും ഹുദവി ഡിഗ്രിയുള്ള ആളാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. ബഹുമാനപ്പെട്ട പണ്ഡിത വരേണ്യ, ഈ ഹുദവി ഡിഗ്രി ഉള്ളവരെയൊക്കെ ചില ഡിഗ്രികളെ നമ്മൾ സമൂഹത്തിൽ മാനിക്കപ്പെടുന്നത് പോലെ, ബഹുമാനിക്കപ്പെടുന്നത് പോലെ ഒറ്റതിരിഞ്ഞൊക്കെ റഹ്മത്തുള്ള കാസിമി എന്ന കാസിമി ബിരുദധാരി ഒക്കെ ഇറങ്ങുന്നത് അംഗീകരിക്കാമെങ്കിലും ഈ അവനവൻ പുറത്തിറങ്ങി വർത്തമാനം പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു രൂപവും ഭാവവും മാത്രമല്ല, നമ്മുടെ പേരിനോടൊപ്പം ചേർത്തിരിക്കുന്ന ഡിഗ്രി കൂടിയാണ് അപമാനിക്കപ്പെടുന്നത് എന്നൊരു വിചാരമുണ്ടാകുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ടവരുടെ ഒരു പ്രസംഗം കേൾക്കാം. നമ്മുടെ നാട്ടിലൊരു സ്വഭാവമുണ്ട്. ഉമ്മാനെ കൊണ്ട് വീട് കൂടിയിരിപ്പിക്കുക, ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, ഉമ്മാനെ കൊണ്ട് കുറ്റിയെടുപ്പിക്കുക. ഇത് പുതിയൊരു റിസർച്ചിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംവിധാനമാണ്. സത്യത്തിൽ ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഉമ്മയ്ക്ക് പ്രത്യേകത വരുന്നത്, എൻ്റെ ഉമ്മയ്ക്ക് എനിക്ക് പ്രത്യേകത, അത് ഉമ്മ ഞാൻ ബഹുമാനിക്കണം. എൻ്റെ ഉമ്മയെ ഞാൻ ബഹുമാനിക്കണം. ഞാനൊരു മകനായിരിക്കും, എൻ്റെ ഉമ്മയെ ഞാൻ റെസ്പെക്ട് ചെയ്യണം. അത് എൻ്റെ ഒരു കടമയാണ്. പക്ഷേ എൻ്റെ ഉമ്മ എന്നൊരു വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഏറ്റവും വിനയപൂർവ്വം അങ്ങയുടെ വസ്ത്രത്തെയും അങ്ങയുടെ വിജ്ഞാനത്തെയും മാനിച്ചുകൊണ്ട് ചോദിക്കട്ടെ, എന്തോ ഒരു മര്യാദയുമില്ലാത്ത വിവരക്കേടാണ് ബഹുമാന്യനായ ഉസ്താദെ ഈ മൈക്കിലൂടെ വിളിച്ചു പറയുന്നത്. ജീവിതത്തിലെ എന്തെങ്കിലും ഒരു കാര്യം മക്കളുടേത് തുടങ്ങാൻ, മക്കളുടേത് ആരംഭിക്കാൻ, മക്കളുടേത് നാടമുറിക്കാൻ, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഈ പറയുന്ന ഉമ്മയോളം പോന്ന ആരാണ് ഈ പ്രപഞ്ചത്തിൽ വേറെ ഉള്ളതെൻ്റെ ഉസ്താദെ? ഏത് കിതാബാണ് താങ്കളെ തിരിച്ചു പഠിപ്പിച്ചത്? ഒരുപക്ഷെ വന്ന യാത്രയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്തോ അങ്ങ് പ്രതീക്ഷിച്ചിരുന്ന ഏതെങ്കിലും നല്ല തുക കിട്ടുന്ന ഒരു പരിപാടി ഉമ്മയെക്കൊണ്ട് ചെയ്യിച്ചതിൻ്റെ പരിഭവമാണോ അങ്ങ് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക്കായി ആ കേസെടുത്ത് പറയണമായിരുന്നു. ഉമ്മയെ ചിലതിനൊക്കെ ഉപയോഗിക്കുന്നതിൽ എനിക്ക് പരാതിയുണ്ട്. എവിടെയാണെന്നറിയാമോ? മക്കളെ പ്രസവിക്കുമ്പോൾ അതിൻ്റെ പ്രസവം എടുക്കാൻ വേണ്ടി ഉമ്മമാരെ കൊണ്ടുപോയിട്ട് കഷ്ടപ്പെടുത്തുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. അതിനാരെയെങ്കിലും വേറെ നോക്കണം. അതുപോലെ മക്കൾ പ്രസവിച്ച് കഴിഞ്ഞ് അതെല്ലാം കൊണ്ട് ചെന്ന് ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് 10, 40, 45 വയസ്സ് വരെ എല്ലാം ഒഴിഞ്ഞു വെച്ച് ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഉമ്മ വീണ്ടും ഈ വീട്ടിൽ കാവൽക്കാരിയായോ അല്ലെങ്കിൽ ഇത് വളർത്താനോ വേണ്ടി ഏൽപ്പിച്ചിട്ട് പോകുന്ന സംഗതിയോടും യോജിപ്പില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യം തുടങ്ങാനും, ഏതൊരു കാര്യം ആരംഭിക്കാനും, ഏതൊരു കാര്യം ഉദ്ഘാടനം ചെയ്യാനും വേറെ ആരാ ഉസ്താദേ ഈ ഭൂമിയിലുള്ളത്? എന്തൊരു വർത്തമാനമാണ് നിങ്ങൾ പറഞ്ഞത്? സത്യം പറഞ്ഞാൽ ഈ അങ്ങയോടുള്ള ആ ഡിഗ്രിയുടെയും ആ പദവിയുടെയും പിന്നെ ഇതൊരൊറ്റപ്പെട്ട വാക്കുകളാണല്ലോ എന്നൊക്കെ ഓർത്ത് എൻ്റെ വാക്കുകളെ സൂക്ഷിച്ചാണ് ഞാൻ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുന്നത്. ഉസ്താദേ, ഉമ്മയോളം പോകുന്ന ഒരാളും അതിനില്ല. നമ്മളെ ഒരു കാരണവുമില്ലാതെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഉമ്മ മാത്രമേ ഉള്ളൂ. ആ ഉമ്മയിൽ ജനിച്ച, ഉമ്മ നഷ്ടപ്പെട്ട, ഉമ്മയെ അല്പമെങ്കിലും സ്നേഹിച്ചിട്ടുള്ള ഒരു മക്കൾക്കും ഈ വേഷവും ഈ പറയുന്ന രൂപവും ഭാവവും ഡിഗ്രിയും ഒന്നുമില്ലെങ്കിലും ആർക്കും മറക്കാനാവില്ല. ആർക്കും ഇങ്ങനെ വർത്തമാനം പറയാനും ആവില്ല. പലപ്പോഴും ഞാൻ പല സുഹൃത്തുക്കളെയും വിളിക്കുമ്പോൾ ചിലപ്പോൾ മണിക്കൂറുകളോളം എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ എന്താ കാരണം എന്ന് തിരക്കുമ്പോഴാണ് പലരും പറയുന്നത്, അത് അമ്മ വിളിച്ചതാണ്, ഉമ്മ വിളിച്ചതാണ്. എല്ലാ ദിവസവും വിളിക്കും. ഈ ഭൂമിയിൽ എല്ലാ ദിവസവും വിളിക്കാൻ, ഒരു കാരണവുമില്ലാതെ വർത്തമാനം പറയാൻ, ഒരു കാരണവുമില്ലാതെ നമ്മളെ കേൾക്കാൻ, ഒരു കാരണവുമില്ലാതെ നമ്മളെ ഓർത്ത് സങ്കടപ്പെടാൻ ഉമ്മയല്ലാതെ ഈ ഭൂമിയിൽ ആരാണുള്ളത്? ഒരു ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ എൻ്റെ മകൻ്റെ ഈ സ്ഥാപനം നഷ്ടപ്പെടല്ലേ എന്ന് ആത്മാർത്ഥമായി മറ്റൊന്നും പ്രതീക്ഷിക്കാതെ പ്രാർത്ഥിക്കാൻ ഉമ്മയല്ലാതെ ആരാണ് ഉസ്താദേ ഉള്ളത്? നമ്മൾ ആരെങ്കിലും വിളിക്കുമ്പോൾ നമ്മൾ നല്ല സൂക്ഷ്മതയുള്ള മനുഷ്യരെയൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന വലിയ വലിയ ഉസ്താദന്മാരും പണ്ഡിതന്മാരും ഉണ്ട്. അവരെയൊന്നും ഞാൻ ഇകഴ്ത്തിക്കൊണ്ട് പറയുകയല്ല. എന്നാൽ മഹാഭൂരിപക്ഷവും ഇതിൽ കള്ളനാണയങ്ങളാണ്. വിളിക്കുമ്പോൾ കൊടുക്കുന്ന തുക അത് കുറഞ്ഞു പോയാൽ പ്രശ്നം, അതിൻ്റെ ഫെസിലിറ്റീസ് കുറഞ്ഞു പോയാൽ പ്രശ്നം, പ്രാധാന്യം കുറഞ്ഞു പോയാൽ പ്രശ്നം. എന്തൊക്കെ സംഗതികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മരണ വീടുകളിൽ പോലും കണ്ടിട്ടുണ്ട്. ഒരാൾ ദുആ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അടുത്ത ആളെ ഇടയ്ക്ക് ചാടി വീണങ്ങ് ദുആ ചെയ്യുക. ഇതൊക്കെ എവിടെ നടക്കുന്നത്? വല്ലോ മുതലും വകയുള്ളിടത്താണ്. എന്നാൽ സ്വന്തം ഉമ്മയുണ്ടല്ലോ, സ്വന്തം ഉമ്മ എന്ന് പറയുന്നതിന് സമാനമായ വേറൊന്നുമില്ല. ഞാനിത് കൂടുതലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും അറിയാതെ വീണു പോകുമെന്നോർത്ത് ഞാൻ അവസാനിപ്പിക്കുക. ഏതായാലും ഇത് ഉസ്താദ് കാണുമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും കിട്ടുന്ന വേദിയിൽ ഇത് തിരുത്തിയേക്കുക.
അത് പറഞ്ഞത് ഏതെങ്കിലും പ്രത്യേകമായ ഉദാഹരണം വെച്ചാണെങ്കിൽ ആ ഉദാഹരണം വെച്ച് പറയുക. അല്ലാതെ ഉമ്മയ്ക്ക് തുല്യമായി ആർക്കും കാശ് കൊടുക്കാതിരിക്കാൻ രാഷ്ട്രീയക്കാരെ വിളിച്ചാലുള്ള സ്ഥിതി എന്താ? അവരിങ്ങോട്ട് വരുന്ന യാത്രയ്ക്കിടയിലാണ് എന്താണ് ഈ സ്ഥാപനം എന്ന് പോലും അറിയുന്നത്. പിന്നെ ഉസ്താദന്മാരുടെ കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദന്മാരെ വിളിക്കുമ്പോൾ ഏതെല്ലാം ജാതി നോക്കി വിളിക്കണം, അതിനകത്തുള്ള ഉപജാതികൾ എത്രണ്ണം നോക്കണം. സുന്നിയാണോ വിളിക്കുന്നത്, തബ്ലീഗാണോ വിളിക്കുന്നത്, അല്ലാത്തതാണോ വിളിക്കുന്നത്, വിസ്ഡമാണോ, KNM ആണോ? ഇതിൽ വിളിക്കുന്ന ആര് പണ്ഡിതനെ വിളിച്ചാലും മറ്റവരെല്ലാം അങ്ങ് ഇടം വലം തിരിയും. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും എന്തെങ്കിലും ദീനീ പരിപാടി വന്നാൽ പോലും അലക്സാണ്ടർ ജേക്കബിനെ വിളിക്കുന്നത് എന്താ? അലക്സാണ്ടർ ജേക്കബ് മഹാ ഖുർആനിലെ പണ്ഡിതനായതുകൊണ്ടല്ല. അല്ലാതെ ഒരെണ്ണത്തിനെ വിളിച്ചാൽ കിടക്കപ്പുറതിയില്ല, കിടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സംഘടനയില്ലാത്ത, സാമ്പത്തിക താല്പര്യങ്ങളില്ലാത്ത, വാണിജ്യ താല്പര്യങ്ങളില്ലാത്ത, പ്രകടനപരതയില്ലാത്ത, പിന്നെ ഈ പറഞ്ഞതുപോലെ ഈണത്തിലും താളത്തിലും മൈക്കിൻ്റെ എക്കോ അനുസരിച്ച് കാച്ചി ആളുകളെ അന്തരീക്ഷത്തിലിരുത്തി എന്തെങ്കിലും കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാത്ത, രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, നശിച്ചാൽ സങ്കടം വരുന്ന, നഷ്ടപ്പെട്ടു പോയാൽ മരണം വരെ ഓർത്തിരിക്കുന്ന ഏക ജീവിതമാണ് ഉമ്മയുടെ ജീവിതം. അതിനേക്കാൾ വലിയൊരു തുടക്കമില്ല, അതിനേക്കാൾ വലിയൊരു ഒടുക്കമില്ല, അതിനേക്കാൾ വലിയൊരു വർത്തമാനമില്ല, അതിനേക്കാൾ വലിയൊരു ഭൂതവും ഭാവിയും ഒന്നുമില്ല എന്നതാണ് സത്യം. മറക്കാതിരിക്കട്ടെ.